വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അത് നമ്മൾ വന്നിരിക്കുന്നത് തമ്പുരാങ്കുന്ന് നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പാറയുടെ മുകളിലാണ് ഗൈസ്. അതെ, തങ്കമണിയുടെയൊക്കെ മനോഹരമായ ഒരു കാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മളെന്നാ ഒരു യാത്രാ വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. നമ്മൾ അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഇടുക്കിയിലുള്ള കുറച്ച് അതിമനോഹരവും സുന്ദരവും നമ്മളെ കണ്ടിരിക്കേണ്ടതായിട്ടുള്ള കുറെ സ്പോട്ടുകൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരിക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഇടുക്കിയിലെ ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം അതിന്റെ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സ്പോട്ടുകളിൽ കൂടി നമ്മൾ പോകാനുണ്ട്. അതെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ആദ്യം തൊട്ട് നമുക്ക് കുറച്ച് സ്പോട്ടുകളൊക്കെ പരിചയപ്പെടാം. എവിടെ നിന്ന് തുടങ്ങണോടാ? നമുക്ക് കട്ടപ്പന ഭാഗത്തു നിന്ന് തുടങ്ങാം. അഞ്ചുരുളി. കട്ടപ്പന ഭാഗത്ത് ആദ്യം കട്ടപ്പന എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരേണ്ട ഒരു സ്പോട്ടാണ് അഞ്ചുരുളി. അഞ്ചുരുളിയിലെ ടണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര ടണലാണ് ഗൈസ്. അപ്പോൾ അത് മാത്രമല്ല, ആ ടണലിൽ നമ്മുടെ അയ്യോബിന്റെ പുസ്തകം സിനിമ ഷൂട്ട് ചെയ്ത ഒരു ഭാഗം കൂടി ഉണ്ട്. അതിന്റെ എൻഡിങ് ഒക്കെ അവിടെ ആയിട്ടാണ്, ആ ടണലിൽ വെച്ചിട്ടാണ്. അതുപോലെ ലോക സിനിമയ്ക്കകത്ത് ആ യക്ഷീനെ പിടിക്കാൻ നേരത്ത് മറ്റേ നമ്മുടെ അല്ല, അതും ടണലല്ലേ? ആണോ? ഓക്കെ. അപ്പൊ അതേപോലെയൊക്കെ തന്നെയുള്ള ഒരു സ്പോട്ടാണ് ഈ അഞ്ചുരുളി ടണൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന്റെ വെള്ളമൊന്നും ഇല്ലെങ്കിൽ അതിന്റെ അകത്തൂടെയൊക്കെ പോകാനായിട്ട് പറ്റും. ഇപ്പൊ കയറ്റി വിടുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അതുപോലെ തന്നെ അഞ്ചുരുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തായിട്ട് ഓർമ്മ വരേണ്ട സ്ഥലമാണ് അഞ്ചുരുളി മുനമ്പ്. അതൊരു വേറെ ലെവൽ സ്ഥലമാണ്. നമ്മൾ ഇടുക്കിയിൽ ഒരു കടൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് വരും. ഇടുക്കി കടലുണ്ടെന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. ആ ഒരു വഴിയുടെ നടത്തമൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ എവിടെ ഉണ്ടായിരുന്നു നമ്മള് പോയപ്പോ? പിന്നെ ഒരുപാട് കല്ലുകള് കുറെ ശിലായുഗ കാലത്തൊക്കെ ഉള്ള കല്ലുകൾ പോലെ കുറെ കല്ലുകളൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല വൈബായിരിക്കും. പിന്നെ കടലിലെ തിരമാല ഇങ്ങനെ അടിക്കുന്ന പോലെയാണ് അവിടെ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നത്. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 4 ദിവസം വെള്ളത്തിൽ ചുറ്റി പറ്റിയിട്ട് ഈ നമ്മൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ അങ്ങത്തേക്ക് നടന്നു കയറി പോകുന്ന പോലെയൊക്കെയാണ്. അപ്പം അതൊക്കെ വൈബാണ്. ഇവരൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ കട്ടപ്പന നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ശ്രീലങ്കയ്ക്ക് ഒരു സംഭവല്ലേ, കന്യാകുമാരി ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരുന്നേ, കടലിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള രാം സേതു ആണോ? അത് തന്നെ. അത് പറ്റി ഇവിടെ തമിഴ്നാട് അതിന്റെ ഒരു ചെറിയൊരു സെറ്റപ്പ് രീതിയിലാണ്. നമുക്കിങ്ങനെ നടന്നങ്ങ് കയറി അങ്ങനെ പോകാനായിട്ട് പറ്റും. ചുറ്റും മനോഹരമായ കാഴ്ചകളും കണ്ട്. അതെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിർമ്മല സിറ്റി അടിപൊളി വ്യൂ പോയിന്റ്. അതായത് നിർമ്മല സിറ്റി പറയുമ്പോൾ കുറെ കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ നിർമ്മല സിറ്റി പോലെ തന്നെ തോന്നിക്കുന്ന 3 സ്ഥലങ്ങളുണ്ട് ഇടുക്കിയില്. ഒന്നൊന്ന് കല്യാണത്തുണ്ട് 10-ാം മൈല്, അത് നമുക്ക് ഇവിടെ നോക്കിയാലും കാണാനായിട്ട് പറ്റും. 2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നിർമ്മല സിറ്റി. 3 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടപ്പനയുടെ അടുത്ത് തന്നെ ഒരു അമ്പലമൊക്കെ ആയിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇതേപോലെ തന്നെ. അപ്പൊ ഈ 3 സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? ഇടുക്കി ഡാമിന്റെ ജലാശയത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അവിടെ ഏത് മല എവിടെ പോയാലും നിങ്ങൾക്ക് മല കയറി എക്സ്പ്ലോർ ചെയ്ത് ഒരുപാട് നീലക്കുറിഞ്ഞിയൊക്കെ പൂത്ത അവിടെയാണ്. അപ്പം സൂപ്പറാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ. നമ്മള് വീട്ടിലിങ്ങനെ ചുമ്മാ കുത്തിയിരിക്കുമ്പോ ഇതുപോലുള്ള സ്പോട്ടുകളിലൊക്കെ പോവാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം. റിഫ്രഷിംഗ് ആണ് നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ. വേറെ ഒരു ലോകത്തെ എന്ന പോലെ ആയിരിക്കും. അപ്പം ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പാണ്ടിപ്പാറ കുരിശുമല അത് അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അത് കൊക്കയുടെ ആഴമൊക്കെ ഭയങ്കര. അതിന്റെ മുകളിൽ പോയി നമ്മൾ ഡാൻസ് കളിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ താഴെ പോകും. മഴയത്തൊക്കെ വന്ന് തെറ്റിക്കിടക്കുന്ന സമയത്തൊക്കെ കേറുവാണെങ്കിൽ നല്ലതായിരിക്കും. തലയും കുത്തി താഴെ കിടക്കും. ഇവിടെ നമ്മളെ തൊട്ട് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരെയാണ്. നമ്മളെ ഇടയ്ക്ക് പോകാറൊക്കെ ഉള്ളു. നമ്മൾ ചുമ്മാ പോയി അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചാനലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതെ, അത് നമ്മുടെ ശ്രീനിച്ചേട്ടന്റെ ചാനലുണ്ടായി. അന്നും വന്നപ്പോൾ പുള്ളി വന്നപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെയുള്ള. അതും പല വ്യത്യസ്ത മണ്ണുള്ളപ്പോഴും മഞ്ഞില്ലാത്തപ്പോഴും ഒക്കെ ആയിട്ട് നനഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം അതൊക്കെ ഒരു പ്രത്യേക വൈബായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഫീലിംഗ് അല്ലേ? അതെ, ആ ഫീല് കിട്ടിയിട്ട് വേണം നിങ്ങൾ അതൊക്കെ കാണാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് നേരെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ കാൽവരി മൗണ്ട്. അതിനെ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാൽവരി മൗണ്ട്
അതിന്റെ കട്ടപ്പനയുടെ City. നിർമ്മല സിറ്റി, കട്ടപ്പനയുടെ അടുത്തും അതുപോലെ തന്നെ ഒരു അമ്പലത്തിന്റെ അടുത്ത്. അതിന്റെ പേര് ഞാൻ കറക്റ്റ് അറിയത്തില്ല. കല്യാണത്തണ്ട് എന്നൊക്കെ പറയും, കട്ടപ്പന കല്യാണത്തണ്ട് എന്നൊക്കെ പറയും. പിന്നെ അവിടെ മേട്ടുക്കുഴി മേട്, ആ അവിടെ മേട്ടുക്കുഴി ഒരു കുളമൊക്കെ ഉള്ള ഒരു സിറ്റി ഒക്കെ ഉണ്ട്. മേട്ടുക്കുഴി വ്യൂ പോയിന്റ് അന്യായമാണ്, പക്ഷെ നിങ്ങൾ കുറച്ച് നടക്കണം, നടക്കണം. നടന്ന് ഊപ്പാടളക്കും. പിന്നെ അതിന്റെ മണ്ടേ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. പാറയുടെ തുഞ്ചത്ത് പോയി നിന്നിട്ട് പിന്നെ അവിടെ നിങ്ങൾക്ക് മറ്റേ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. കുമളിക്ക് അടുത്തുള്ള മേട്ടുക്കുഴി വ്യൂ പോയിന്റ് മറ്റേ മറക്കല്ലേ, നിങ്ങൾ അതും കാണാം. നമ്മളെ നമ്മൾ കുമളിക്ക് പോയതല്ലേ അടുത്തുള്ള മറ്റേ വ്യൂ പോയിന്റ് ഇല്ലേ, മൗണ്ടൻ വ്യൂ പോയിന്റ്. മൗണ്ടൻ വ്യൂ പോയിന്റ്. അത് അതൊക്കെ ഏതായിരുന്നു? അന്യായ വ്യൂ അല്ലേ, അത് പേര് ചെങ്കരയ്ക്ക് ചെങ്കരക്ക് അടുത്തുള്ള അത് സൂപ്പറാ. ചെങ്കര സ്ഥലം നിങ്ങൾ കണ്ടിരിക്കണ്ട. അവിടെ അതൊരു കുറെ പ്രത്യേക ഒരു ഗ്രാമഭംഗി തന്നെ. തമിഴാണോ മലയാളമാണോ, തമിഴ്നാടാണോ തമിഴും മലയാളമാണോ, മലയാളവും കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള കൂട്ടിയുള്ള ഒരു സെറ്റപ്പിനാലിറ്റി അവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് വൈബടിച്ചിട്ട് കാണാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ അവിടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താവും ഒരു ലൂസിഫർ സിനിമയ്ക്കകത്തൊക്കെ അല്ലേ ആ ഒരു വഴിയൊക്കെയാണ് ആ വണ്ടിയൊക്കെ പോകുന്നൊക്കെ. ആദ്യത്തെ പാർട്ടിലെ ആദ്യത്തെ പാട്ടിലൊക്കെ ചെങ്കർ റൂട്ടായിരുന്നു. ചെങ്കര റൂട്ടായിരുന്നു. അതായത് നല്ല പ്രത്യേക വൈബ് സ്ഥലം. ഇപ്പോഴും അതേപോലെയൊക്കെ തന്നെ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ നടുക്കൂടെ ഉള്ള നമുക്ക് യാത്രയൊക്കെ വളഞ്ഞു വളഞ്ഞുള്ള വഴിയിലൂടെയുള്ള യാത്ര അത് വേറെ ലെവലായിരിക്കും. പിന്നെ നമ്മുടെ ഇടുക്കി ഹിൽ വ്യൂ പാർക്ക്, ഇടുക്കിയിലേക്ക് പോവാണെങ്കിൽ പറയാനുണ്ട്. ഇടുക്കിയിൽ പറഞ്ഞില്ലേ നിങ്ങളോട് കുറച്ചൊന്ന് പറഞ്ഞു, മറ്റേ നമ്മുടെ പാണ്ടിപ്പാറയിലെ പാറ ആ വഴി നേരെ ഹൈവേ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതോണി ചെല്ലാം. ചെറുതോണി പാലമൊക്കെ കയറി പുതിയ പാലവും പിന്നെ അവിടുത്തെ പഴയ പാലമുണ്ട്. അതെ, അതിന് തൊട്ട് മുമ്പ് ഇടുക്കി അണക്കെട്ട് നിങ്ങൾക്ക് കാണാം. അണക്കെട്ട് വ്യൂ ഒക്കെ അടിപൊളിയാണ്, അത് താഴെ നോക്കി സൂപ്പറാ. അത് കഴിഞ്ഞ് ഇടുക്കി ചെന്ന് കഴിയുമ്പോഴേ ആ ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങി മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ പോകുമ്പോൾ നമ്മുടെ കട്ടപ്പനയും പോട്ടെ, ചെറുതോണിക്ക് അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് മറ്റേ ഇടുക്കി ഒരു അണക്കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പ് ഒരു പാർക്കുണ്ട്. ആ പാർക്കിന്റെ പേരെന്തായിരുന്നു? ഇടുക്കി പാർക്ക്. അതും അടിപൊളിയാണ്. അവിടെ നിങ്ങൾക്ക് രണ്ട് വലിയ പ്രതിമയൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ചുമ്മാ പോയി ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം. കാറ്റൊക്കെ ഉള്ള സമയത്ത് അന്യായ വ്യൂ ആണ്, നല്ല രസമാണ് അവിടെ പോയി ചുമ്മാ ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ. അതെ, വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ചെറിയൊരു പാസേ ഉള്ളൂ, നിങ്ങൾക്ക് കയറിയിട്ട് വൈബടിച്ച് എൻജോയ് ചെയ്തിട്ടൊക്കെ പോരാനായിട്ട് പറ്റും. അത് അടിപൊളി സ്ഥലമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹിൽ വ്യൂ പാർക്ക്, അത് നമ്മുടെ കട്ടപ്പന പോട്ടെ, നമ്മുടെ ചെറുതോണി കഴിഞ്ഞിട്ട് പൈനാവ് പോകുന്ന വഴിക്ക്. ഏതാ നമ്മുടെ ആദിവാസി കുറുവനും കുറുത്തിയോ? അതല്ല, അതിന്റെ അവിടെ പോകുന്നതിന്റെ അവിടെ പ്രതിമ വെച്ചേക്കുന്നല്ലേ, മറ്റേ ബ്രിട്ടീഷുകാർക്ക് വഴി കൊളുമ്പനോ കൊലുമ്പൻ, അങ്ങനെ ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ പ്രതിമയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ പ്രത്യേക ഒരു വൈബാ, പുലിയും ആനയും ഒക്കെ ശില്പങ്ങളൊക്കെ ഉണ്ട്. പോകുന്നത് അതിന് മുമ്പ് നിങ്ങൾക്ക് അവിടെയാണ് നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ്. അതിന്റെ അതുവഴി സൈഡിൽ കൂടെ കയറി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇടുക്കി ഡാമിന്റെ ഷട്ടർ തുറക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാനായിട്ട് പറ്റും, ആ സ്ഥലത്തേക്ക്. പിന്നെ നിങ്ങൾ ഈ ഹിൽ വ്യൂ പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണക്കെട്ടും കാണാം, ആർച്ച് ഡാമും കാണാം, ഷട്ടർ തുറക്കുന്ന രണ്ട് ചെറുതോണി ഡാമും ഇടുക്കി ഡാമും ഒന്നിച്ച് കാണാനായിട്ട് പറ്റും ഹിൽ വ്യൂ പാർക്കിൽ പോയാല്. അതെ, പിന്നെ അവിടെ കുറെ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യുക, വൈബാക്കുക. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ മൈക്രോവേവ് വ്യൂ പോയിന്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കണ്ടു പോകേണ്ട സ്ഥലം തന്നെയാണ്, സൂപ്പർ സ്ഥലമാണ്. 40 രൂപ കണ്ടല്ലേ ഫീസൊക്കെ. ഞങ്ങൾ അടുത്തൊരു വീഡിയോ ഇറക്കുന്നുണ്ട് അതിന്റെ മൈക്രോവേവിന്റെ, സൂപ്പർ. ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല, നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ടും കൂടെയാണ്. പിന്നെ നിരവധി വ്യൂ പോയിന്റുകളാണ് ഇടുക്കിയിലെ. ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്കിപ്പോ കാണാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകൾ പെട്ടെന്ന് പറയാൻ പറ്റിയ, നീ ഏതൊക്കെ പറയും ഇതിനെ? അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. കട്ടപ്പനയിൽ ഇപ്പൊ നമ്മളൊരാൾ കട്ടപ്പനയ്ക്ക് വരുന്നു, അപ്പൊ പുള്ളിക്ക് ഒറ്റ ദിവസം കൊണ്ട് കുറച്ച് സ്പോട്ട് കണ്ടിട്ട് അന്ന് തന്നെ തിരിച്ചു പോകണം. അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് ഒറ്റ ദിവസം കൊണ്ട് കാണാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകൾ പറയാൻ പറ്റും. കട്ടപ്പനയ്ക്ക് വരുന്നെങ്കിൽ നമുക്ക് അഞ്ചുരുളി പറയാം, അഞ്ചുരുളി മുനമ്പ് പറയാം, പിന്നെ ഈ 10 മൈൽ വ്യൂ പോയിന്റുകൾ പറയാം, മേട്ടുക്കുഴി വേണമെങ്കിൽ പോവാം. പിന്നെ ആ വഴി കുമളിക്ക് പോവാണെങ്കിലും കുറെ സ്പോട്ടുകളുണ്ട്. കുമളി പോകുന്ന വഴിക്ക് അതിന് മുമ്പ് ഒരു ഗണപതി പ്രതിമയുണ്ട്, നമ്മളത് വണ്ടമേട് ഭാഗമാണോ അത്? അതെ, വണ്ടമേട്. ആമയാർ എന്നൊക്കെ പറയാം, ആമയാർ ഭാഗത്താണ് ഈ ഒരു നമ്മുടെ ഗണപതിയുടെ പ്രതിമയുള്ളത്. അത് ഏഷ്യയിലെ തന്നെ എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു വലിയ പ്രതിമയാണത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു റോസ് പാർക്ക് ഉണ്ട് കുമളിക്ക് തൊട്ടടുത്തായിട്ട്.
പിന്നെ കുമളി ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തേക്കടിക്ക് പോകാം. തേക്കടി സൂപ്പറാണ്. നിങ്ങൾക്ക് ആ ഒരു ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ അറിയാം, അതിനകത്ത് കിടപ്പുണ്ട് നമ്മുടെ ആ നടന്ന് പോകുന്നതാണ് ബസ്സിൽ കൂടുതൽ ആൾക്കാരും പോകുന്നത്. പക്ഷെ നടന്നു നടന്നു പോവാണെങ്കിൽ മനോഹരമായ ഒരു നടന്നു പോകാൻ ഒരു പ്രത്യേക വൈബായിരിക്കും. മൊത്തത്തിൽ നല്ല അടിപൊളി വൈബാണ്. ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി ഇറങ്ങുന്നു, പക്ഷെ ചുറ്റുമുള്ള കാഴ്ച ഒന്നും കാണാൻ വലുതായിട്ട് പറ്റത്തില്ല. അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുരങ്ങും അതിലുള്ള ചാടി നിങ്ങൾ നടന്നു പോകുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ആ വഴിയൊക്കെ അങ്ങനെ നമ്മളന്ന് പോയപ്പോ സിംഹവാലൻ കുരങ്ങിനെ കണ്ട് അല്ലേ, പിന്നെ മലയണ്ണാന്, കേഴ, ഇതിനെയൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും. പക്ഷെ ബസ്സിൽ പോകുന്നവർക്ക് അധികം അങ്ങനെ പെട്ടെന്ന് കാഴ്ച കിട്ടത്തുമില്ല. പിന്നെ ബോട്ടിംഗ് ആണ് തേക്കടി കൂടുതലും പ്രധാനമായിട്ടും. ബോട്ടിംഗ് ഒത്തിരി ആൾക്കാരുണ്ട് തേക്കടിയിൽ. പ്രധാനമായിട്ടും അങ്ങോട്ട് വരുന്ന ബോട്ടിലൂടെ സഞ്ചരിച്ച് മൃഗങ്ങളെയൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകാനായിട്ടാ. പിന്നെ ഇവിടെ തന്നെ മറ്റേ സത്രം വ്യൂ പോയിന്റ് ഉണ്ട് നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ ഇടുക്കിയിലെ ഒരു എയർപോർട്ട് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് പണിയൊക്കെ കഴിച്ച ഒരു സ്ഥലമാണ്. ഒരു റൺവേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 പ്ലെയിനെങ്ങാണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അതിപ്പം ഭയങ്കര അന്യായമായി പെട്ട് കിടക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യൂ കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് കണ്ടിട്ടൊക്കെ ഇങ്ങനെ പോരാനായിട്ട് പറ്റും. അപ്പം ഇതൊക്കെയാണ് പിന്നെ ആ പ്രദേശത്തായിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെയിൻ സ്പോട്ടൊക്കെ പോകുമ്പോൾ മറ്റേ കല്ലാർകുട്ടി വഴി നമ്മൾ മൂന്നാറൊക്കെ പോവാ, അടിമാലിയിൽ കൂടി പോവാണെങ്കിൽ കല്ലാർകുട്ടി ഡാം ഉണ്ട്. ഡാം അടിപൊളിയാണ്. പിന്നെ അവിടുത്തെ ഒരു പാലമുണ്ട്. പിന്നെ നേരെ അടിമാലി ചെന്നിട്ടുണ്ടെങ്കിൽ അടിമാലി വെള്ളച്ചാട്ടം ഉണ്ട്, അടിമാലി ടോപ്പ് വ്യൂ പോയിന്റുകളുണ്ട്. പിന്നെ അവിടെ നേരെ നിങ്ങൾക്ക് ആനച്ചാലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ട് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ആനച്ചാല്. പിന്നെ നിങ്ങൾ അവിടുന്ന് നേരെ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ നേരെ മൂന്നാർ ചെല്ലും. മൂന്നാറിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. മൂന്നാറില് ലക്ഷ്മി എസ്റ്റേറ്റ്, ആ വഴി നിങ്ങൾ മാങ്കുളം പോവാം. ആ മാങ്കുളം പോയിട്ടുണ്ടെങ്കിൽ ആനക്കുളം ഒക്കെ കണ്ടിട്ട് പോരാം. പിന്നെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ നേരെ ഗ്യാപ്പ് റോഡ് വഴിയാണ് ഇനി മൂന്നാർ പോകുന്നതെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ നെടുങ്കണ്ടം ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വ്യൂ പോയിന്റുകൾ വരും. ആനയിറങ്ങൽ ഡാമുണ്ട്, ഗ്യാപ്പ് റോഡ് വ്യൂ പോയിന്റ് ഉണ്ട്. ഗ്യാപ്പ് റോഡ് വ്യൂ പോയിന്റ് ഉണ്ട്. നെടുങ്കണ്ടം ഭാഗത്ത് തന്നെയാണെങ്കിൽ രാമക്കൽമേടുണ്ട്, സൂപ്പറാണ്. ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.